നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കനത്ത മഴയിലും കാറ്റിലും തിരൂരിൽ ഏറ്റവും അധികം നാശനഷ്ടമുണ്ടായത് KSEBക്ക്. വിരമിക്കുന്ന ജീവനക്കാർക്ക് മാനേജ്മെന്റും സ്റ്റാഫും സംയുക്തമായി യാത്രയയപ്പ് നൽകി. തിരൂർ ആർട്സ് സൊസൈറ്റി 2025 മെയ് മാസ പ്രോഗ്രാം നാടകവും കൈത്താങ്ങും സംഗീത പരിപാടിയും 31 ശനിയാഴ്ച. IP ഷാജിറയ്ക്ക് മുസ്ലിം ലീഗ് അംഗത്വം നൽകി. നെറ്റ്വ റെസിഡൻസ് വിജയാരവം സംഘടിപ്പിച്ചു. LSS USS കിട്ടിയ വിദ്യാർത്ഥികളെ കോഓപ്പറേറ്റീവ് അക്കാദമിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. വിശദമായ വാർത്തകൾ. കനത്ത മഴയിലും കാറ്റിലും തിരൂരിലെ ഏറ്റവും അധികം നാശനഷ്ടമുണ്ടായത് KSEBക്ക്. മരങ്ങൾ വീണും പോസ്റ്റുകൾ തകർന്നും കമ്പികൾ പൊട്ടിയുമാണ് വൻ നാശനഷ്ടമുണ്ടായത്. നിലവിൽ 3,35 ലക്ഷം രൂപയാണ് നാശനഷ്ട കണക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മഴയിലും കാറ്റിലും മരങ്ങൾ വീണും പോസ്റ്റുകൾ തകർന്നും കമ്പികൾ പൊട്ടിയുമുണ്ടായ വൻ നാശനഷ്ടത്തിൽ തിരൂർ സർക്കിളിൽ മാത്രം ഏതാണ്ട് 1000-ഓളം സ്ഥലങ്ങളിലാണ് പോസ്റ്റ് പൊട്ടിയും മറ്റും KSEBക്ക് നഷ്ടമുണ്ടായത്. 900-ലേറെ പോസ്റ്റുകൾ മരം വീണും മറ്റും തകർന്നു. 400-ലേറെ ട്രാൻസ്ഫോമറുകൾ കേടുപാടുണ്ടായി. ലോ ടെൻഷൻ വൈദ്യുത കാലുകളും ഹൈപ്പർ ടെൻഷൻ വൈദ്യുത കാലുകളും തകർന്നിട്ടുണ്ട്. മിക്കയിടത്തും 2-ൽ കൂടുതൽ ദിവസങ്ങളിൽ വൈദ്യുതി നിലച്ചിരുന്നു. പലയിടത്തും വോൾട്ടേജ് ക്ഷാമം നേരിടുന്നുണ്ട്. മിക്ക ഭാഗങ്ങളിലും നിലവിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചു. എങ്കിലും തുടർന്നുള്ള മഴയിലും കാറ്റിലും ആശങ്കയോടെയാണ് അധികൃതർ കാണുന്നത്. വെട്ടന്യൂസ് തിരൂർ. അൻസാർ അറബി കോളേജിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഹമീദ് പറമ്പൻ, T ശംസുദ്ദീൻ, അഷറഫ് എന്നീ ഓഫീസ് ജീവനക്കാർക്ക് മാനേജ്മെന്റും സ്റ്റാഫും സംയുക്തമായി യാത്രയയപ്പ് നൽകി. കോളേജ് മാനേജർ പ്രൊഫസർ MA സയ്യിദ് ഉദ്ഘാടനം ചെയ്തു. ഹമീദ് പറമ്പൻ 27 വർഷത്തെയും ഷംസുദ്ദീൻ അഷ്റഫ് 25 വർഷത്തെയും സേവനത്തിന് ശേഷമാണ് വിരമിക്കുന്നത്. പ്രിൻസിപ്പൽ ഡോക്ടർ AI അബ്ദുൽ മജീദ് അധ്യക്ഷത വഹിച്ച സംഗമത്തിൽ അൻസാറുല്ലാ സംഘം സെക്രട്ടറി PC കുഞ്ഞഹമ്മദ് മാസ്റ്റർ ഉപഹാരം നൽകി. ഷറഫുദ്ദീൻ തെയ്യമ്പാട്ടിൽ, മുൻ പ്രിൻസിപ്പൽമാരായ പ്രൊഫസർ യൂസഫ് സഖർ, പ്രൊഫസർ M അബ്ദുള്ള, പ്രൊഫസർ P മൂസ, പ്രൊഫസർ അഷ്റഫ് കാലോടി റസാഖ്, പ്രൊഫസർ E ഇബ്രാഹിം, M അബ്ദുറബ്, M അഫ്സൽ, അബ്ദുൽ ഖാദർ, MA റഫീഖ്, TP അബ്ദുൽ കരീം, MT അബ്ദുൽ ലത്തീഫ്, M അബ്ദുൽ സമദ്, P അബ്ദുൽ ഹമീദ് എന്നിവർ പ്രസംഗിച്ചു. വെട്ടം ന്യൂസ്, വളവന്നൂർ. കലാകാരന്മാരുടെ കുടുംബ കൂട്ടായ്മയായ തിരൂർ ആർട്സ് സൊസൈറ്റി ടാസ് 2025 മെയ് മാസ പ്രോഗ്രാം നാടകവും കൈത്താങ്ങും സംഗീത പരിപാടിയും 31 ശനിയാഴ്ച വൈകിട്ട് തിരൂർ സാംസ്കാരിക സമുച്ചയത്തിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാ മാസവും ജനകീയ ആസ്വാദക സദസ്സിന് മുൻപാകെ സമർപ്പിച്ചു വരുന്ന സാംസ്കാരിക പരിപാടികളുടെയും ചാരിറ്റി പ്രവർത്തനത്തിന്റെയും ഭാഗമായാണ് മെയ് മാസ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. ഞമനങ്ങോട് തിയേറ്റർ വില്ലേജ് അവതരിപ്പിക്കുന്ന പ്രദീപ് നാരായണൻ രചനയും സംവിധാനവും നിർവഹിച്ച ശങ്കരേട്ടന്റെ വെളിപാടുകൾ എന്ന നാടകവും കൈത്താങ് ആദരവും ടാസ് കലാകാരന്മാർ ഒരുക്കുന്ന സംഗീത പരിപാടിയായ രാഗലയവും അരങ്ങേറും. പ്രവേശനം സൗജന്യമാണെന്ന് തിരൂർ ആർട്സ് സൊസൈറ്റി ഭാരവാഹികൾ അറിയിച്ചു. സെക്രട്ടറി VV സത്യാനന്ദൻ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സബീന, ട്രഷറർ K ജയരാജ്, രക്ഷാധികാരികളായ വേണുഗോപാൽ കൊൽക്കത്ത, EK സൈനുദ്ദീൻ, അശോകൻ വയ്യാട്ട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വെട്ടം ന്യൂസ് തിരൂർ. പാർട്ടിയുമായി ഇടഞ്ഞു നിന്ന IP ഷാജിറയെ അടുപ്പിച്ച് ലീഗ് നേതൃത്വം. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ച് വിജയിച്ച IP ഷാജിറയ്ക്ക് മുസ്ലിം ലീഗ് അംഗത്വം നൽകി. തിരൂർ നഗരസഭ 21-ാം വാർഡിൽ നിന്നാണ് IP ഷാജിറ തെരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ വിജയിച്ച ശേഷം ഷാജിറ ലീഗിനൊപ്പം തന്നെയായിരുന്നെങ്കിലും 4.5 വർഷത്തിന് ശേഷമാണ് പാർട്ടി അംഗത്വം നൽകിയത്. UDF
LDF സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിച്ച് വൻ ഭൂരിപക്ഷത്തിനാണ് ഷാജിറ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇതോടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 21-ാം ഡിവിഷനിൽ നിന്നും UDFിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ച് വിജയിച്ച IP ഷാജിറ വീണ്ടും മുസ്ലിം ലീഗിൽ തിരിച്ചെത്തി. 2016-ൽ വനിതാ സംവരണമായതിനെ തുടർന്നാണ് ഷാജിറ ലീഗ് പ്രതിനിധിയായി മത്സരിച്ചത്. 257 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനറൽ വാർഡായെങ്കിലും ഷാജിറയെ തന്നെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. എന്നാൽ പാർട്ടിയും UDF നേതൃത്വവും അതിന് അനുകൂലമായില്ല. ഇതോടെയാണ് ഒരു വിഭാഗത്തിന്റെ പിന്തുണയോടെ ഷാജിറ മത്സരിച്ചത്. പാർട്ടി പിന്തിരിപ്പിക്കാൻ ശ്രമം നടത്തിയെങ്കിലും ഷാജിറ തീരുമാനത്തിൽ ഉറച്ചുനിന്നു. ലീഗ് സ്ഥാനാർത്ഥിയായി പുളിക്കൽ ഹംസയും LDF സ്ഥാനാർത്ഥിയായി KM നജീബുമാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്. എന്നാൽ സ്വതന്ത്രയായി മത്സരിച്ച ഷാജിറ വൻ ഭൂരിപക്ഷത്തോടെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. കൗൺസിൽ ഭരണം UDFിന് ലഭിച്ചെങ്കിലും 21-ാം ഡിവിഷനിലെ പരാജയം പാർട്ടിക്ക് വലിയ ക്ഷീണമാണുണ്ടാക്കിയത്. പാർട്ടിക്കെതിരെ മത്സരിച്ച് വിജയിച്ചെങ്കിലും കൗൺസിലിൽ ഷാജിറ പാർട്ടിക്ക് അനുകൂലമാണ് നിലനിന്നത്. ഇക്കാരണത്താൽ തന്നെയാണ് പാർട്ടി ഷാജിറയെ തിരിച്ചെടുക്കാനും തയ്യാറായത്. കഴിഞ്ഞ ദിവസം ലീഗ് ഓഫീസിൽ നടന്ന ചടങ്ങിലാണ് പാർട്ടി അംഗത്വം നൽകിയത്. വെട്ടം ന്യൂസ്, തിരൂർ. നോർത്ത് ഈസ്റ്റ് തൃക്കണ്ടൂർ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ SSLC +2 LSS USS പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രതിഭകളെ ആദരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രദേശത്തെ അർഹരായ കുട്ടികൾക്ക് പഠനോപകരണ കിറ്റുകളും വിതരണം ചെയ്തു. നെറ്റ്വ രക്ഷാധികാരി KK റസാഖ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രദേശത്തെ അർഹതയുള്ള കുട്ടികൾക്ക് പഠനോപകരണ കിറ്റ് വിതരണം ചെയ്തു. MES കേരള സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാഫി കൈനിക്കര വിതരണോദ്ഘാടനം ചെയ്തു. അടുക്കളത്തോട്ടം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി അംഗങ്ങൾക്ക് വിത്തും പച്ചക്കറി തൈകളും സഫ മൊയ്തീൻകുട്ടി വിതരണം ചെയ്തു. നെറ്റ്വ റെസിഡൻസ് 14-ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ ഓളം സപ്ലിമെന്റ് പ്രകാശന കർമ്മം നഗരസഭാ അധ്യക്ഷ AP നസീമ നിർവഹിച്ചു. സെക്രട്ടറി KP നസീബ് മുഖ്യപ്രഭാഷണം നടത്തി. ലൈബ്രറി കൗൺസിൽ അവാർഡ് ജേതാവ് NM സാബിറ കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. KK അബ്ദുൾ റഷീദ്, V ഷമീർ ബാബു, MP രവീന്ദ്രൻ, VP ഗോപാലൻ, EV കുത്തുബുദ്ദീൻ, സീനത്ത് റസാഖ്, ഫസലു പട്ടേൽ, M മമ്മിക്കുട്ടി എന്നിവർ ആശംസകൾ നേർന്നു. വെട്ടന്യൂസ്, തിരൂർ. തിരൂർ നഗരസഭ തലക്കാട് വെട്ടം പഞ്ചായത്തുകളിൽ LSS USS കിട്ടിയ വിദ്യാർത്ഥികളെ തെക്കുമുറിയിൽ പ്രവർത്തിക്കുന്ന കോഓപ്പറേറ്റീവ് അക്കാദമിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. കോഓപ്പറേറ്റീവ് അക്കാദമി ഭരണസമിതി പ്രസിഡന്റ് KV പ്രസാദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. LSS USS കിട്ടിയ 300 കുട്ടികളുടെ അനുമോദനമാണ് മെയ് 28, 29, 30 തീയതികളിലായി നടക്കുന്നത്. പരിപാടി കോഓപ്പറേറ്റീവ് അക്കാദമി ഭരണസമിതി പ്രസിഡന്റ് KP പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾ നമ്മുടെ മേഖലയിൽ വിജയിച്ചു. ഒരു 3 ദിവസം സമയമെടുത്താണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഏതാണ്ട് 4 പതിറ്റാണ്ട് മുമ്പ് രൂപീകരിക്കപ്പെട്ടതാണ് തിരൂർ താലൂക്ക് കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്ന സഹകരണ സംഘം. ആ സഹകരണ സ്ഥാപനത്തിന്റെ കീഴിലാണ് നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതമായ കോഓപ്പറേറ്റീവ് കോളേജ്, അതുപോലെ കോഓപ്പറേറ്റീവ് ITI, കാൽക്കുലസ് എന്ന സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം, അതുപോലെ കഴിഞ്ഞ മാർച്ചിൽ ആരംഭിച്ച ഈ കോഓപ്പറേറ്റീവ് അക്കാദമി. പ്രിൻസിപ്പൽ TV രഘുനാഥ് അധ്യക്ഷനായി. സെക്രട്ടറി KP ഷാജിദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഡയറക്ടർമാരായ ഫാറൂഖ്, C യോഗേഷ് എന്നിവർ സംസാരിച്ചു. വെട്ടന്യൂസ്, തെക്കുമുറി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.